ഹായ് ഓൾ, നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് എന്നത്തെ പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, അല്ലാതെ കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് ബേസിക് കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പല എക്സാമിനും ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ പോകുന്നതും നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പം നമുക്ക് ഡീറ്റെയിൽസിലോട്ട് കടക്കാം. കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ചാൾസ് ബാബേജ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ക്വസ്റ്റ്യനാണ്. കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്ന് പറയുന്നത് ചാൾസ് ബാബേജ് ആണെന്നുള്ള കാര്യം. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ എന്ന പദം ഉത്ഭവിച്ചത് ലാറ്റിൻ ഭാഷയിലെ കമ്പ്യൂച്ചർ എന്ന വാക്കിൽ നിന്നാണ്. കമ്പ്യൂട്ടറിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വേഗത, സ്പീഡ്, കൃത്യത അഥവാ ആക്യുറസി, സംഭരണശേഷി അഥവാ സ്റ്റോറേജ് കപ്പാസിറ്റി, സംഭരണശേഷിനെ അല്ലെങ്കിൽ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നു. വൈദഗ്ധ്യം, വേഴ്സറ്റാലിറ്റി, ഇതൊക്കെയാണ് കമ്പ്യൂട്ടറിൻ്റെ പ്രധാന സവിശേഷതകൾ എന്ന് പറയുന്നത്. ഈ ഒരു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടറിൻ്റെ പിതാവ്, എല്ലാവർക്കും അറിയാമെങ്കിലും പല എക്സാമിനും നമ്മുടെ ടൈപ്പിസ്റ്റ് പോലത്തെയുള്ള എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നുള്ളത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് സൂക്ഷിച്ചു വെക്കുക, മെമ്മറി സൂക്ഷിച്ചു വെക്കുക. കമ്പ്യൂട്ടറിലേക്ക് നൽകുന്ന വിവരങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഡേറ്റ. കമ്പ്യൂട്ടറിലേക്ക് നൽകുന്ന വിവരങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഡേറ്റ. അതേപോലെ ഡേറ്റ എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. കമ്പ്യൂട്ടറിൽ ഇൻപുട്ടായി കൊടുക്കുന്ന ഡേറ്റ വിവരങ്ങളായി നമുക്ക് ലഭിക്കുന്നതാണ് ഇൻഫർമേഷൻ. കമ്പ്യൂട്ടറിൽ ഇൻപുട്ടായി കൊടുക്കുന്ന ഡേറ്റ വിവരങ്ങളായി നമുക്ക് ലഭിക്കും. അതിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഒരു ഡേറ്റയെ ഉപയോഗപ്രദമായ ഇൻഫർമേഷനാക്കി മാറ്റുന്ന പ്രക്രിയ ആണ് ഡേറ്റ പ്രോസസ്സിംഗ്. ലോകത്തിലെ ആദ്യ ഇലക്ട്രോണിക് കമ്പ്യൂട്ടറാണ് ENIAC ആണ് ലോകത്തിലെ ആദ്യ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ. ലോകത്തിലെ ആദ്യ കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ ആണ് യൂണിവാക് 1 ആണ് ലോകത്തിലെ ആദ്യ കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ. ENIAC ലോകത്തിലെ ആദ്യ ഇലക്ട്രോണിക് കമ്പ്യൂട്ടറാണ്. അപ്പം ഇത് തമ്മിൽ മാറിപ്പോകാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിച്ച് പഠിക്കുമ്പോൾ. ലോകത്തിലെ ആദ്യ കാൽക്കുലേറ്റിംഗ് യന്ത്രമാണ് അബാക്കസ് ആണ് ലോകത്തിലെ ആദ്യ കാൽക്കുലേറ്റിംഗ് യന്ത്രം. കണ്ടുപിടിച്ചത് മെസോപ്പൊട്ടേമിയക്കാരാണ് അബാക്കസ് കണ്ടുപിടിച്ചത്. പക്ഷെ പരിഷ്കരിച്ചത് ചൈനക്കാരെന്നാണ്. SCERT പാഠപുസ്തക പ്രകാരം SCERTയിൽ ചൈനക്കാർ എന്നാണ്. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കമ്പ്യൂട്ടറാണ് ടിഫ്രാക് എന്ന് പറയുന്നത്. എന്താണ് ടിഫ്രാക്? ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ എന്നതാണ്. വിവിധതരം കമ്പ്യൂട്ടറുകൾ. അനലോഗ് കമ്പ്യൂട്ടർ. എന്താണ് അനലോഗ് കമ്പ്യൂട്ടർ എന്ന് നോക്കാം. അളവുകളെ മാത്രം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു. എന്ത്? അനലോഗ് കമ്പ്യൂട്ടർ. കൃത്യത കുറഞ്ഞ കമ്പ്യൂട്ടറുകൾ ആണിത്. വളരെ കൃത്യതയൊന്നും ഉണ്ടായിരിക്കില്ല ഈ കമ്പ്യൂട്ടറുകൾക്ക്. വോൾട്ടേജ്, വേഗത, മർദ്ദം, താപനില എന്നിവ അളക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗം വോൾട്ടേജ്, വേഗത, മർദ്ദം, താപനില എന്നിവ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറാണ് അനലോഗ് കമ്പ്യൂട്ടർ. അതിന് കൃത്യതയൊന്നും ഉണ്ടായിരിക്കുകയില്ല. അടുത്തത് ഡിജിറ്റൽ കമ്പ്യൂട്ടർ. ബൈനറി നമ്പർ സിസ്റ്റം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറുകളാണിത്. അതായത് ബൈനറി നമ്പർ സിസ്റ്റം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറുകളാണ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്.
ഡിജിറ്റൽ കമ്പ്യൂട്ടറിനെ 4 രീതിയിൽ തരംതിരിച്ചിരിക്കുന്നു. ഡിജിറ്റൽ കമ്പ്യൂട്ടറിനെ 4 രീതിയിൽ തരംതിരിച്ചിരിക്കുന്നു. 1. മൈക്രോ കമ്പ്യൂട്ടർ, മിനി കമ്പ്യൂട്ടർ. രണ്ടാമത്തെ മിനി കമ്പ്യൂട്ടർ. 3. മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ. നാലാമത്തെ സൂപ്പർ കമ്പ്യൂട്ടർ. അടുത്തത് ഹൈബ്രിഡ് കമ്പ്യൂട്ടർ എന്താണെന്ന് നോക്കാം. ഹൈബ്രിഡ് കമ്പ്യൂട്ടർ അനലോഗ് കമ്പ്യൂട്ടറിനെയും ഡിജിറ്റൽ കമ്പ്യൂട്ടറിനെയും സവിശേഷതകൾ ചേർത്തു രൂപം നൽകിയ കമ്പ്യൂട്ടറാണ് ഹൈബ്രിഡ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. സൂപ്പർ കമ്പ്യൂട്ടറുകൾ എന്താണെന്ന് നോക്കാം. സൂപ്പർ കമ്പ്യൂട്ടറുകൾ അതിസങ്കീർണമായ ജോലികൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന അതിവേഗവും മികച്ച പ്രോസസ്സിംഗ് ശേഷിയുമുള്ള കമ്പ്യൂട്ടറാണ് സൂപ്പർ കമ്പ്യൂട്ടർ. അതിസങ്കീർണമായ ജോലികൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന അതിവേഗവും മികച്ച പ്രോസസ്സിംഗ് ശേഷിയുമുള്ള കമ്പ്യൂട്ടറാണ് സൂപ്പർ കമ്പ്യൂട്ടർ. തന്മാത്രാ വിശകലനം, ബഹിരാകാശ ഗവേഷണം, അണുപരീക്ഷണം, കാലാവസ്ഥാ പ്രവചനം എന്നീ മേഖലകളിൽ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറാണ് സൂപ്പർ കമ്പ്യൂട്ടർ. 1960കളിലാണ് സൂപ്പർ കമ്പ്യൂട്ടറുകൾ ആദ്യമായി നിലവിൽ വരുന്നത്. 1960കളിലാണ്. സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സിംഗ് സ്പീഡ് അളക്കുന്ന യൂണിറ്റാണ് ഫ്ലോപ്സ് എന്ന് പറയുന്നത്. സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സിംഗ് സ്പീഡ് അളക്കുന്ന യൂണിറ്റാണ് ഫ്ലോപ്സ്. ഫ്ലോപ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഓപ്പറേഷൻ പെർ സെക്കൻഡ്. ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഓപ്പറേഷൻ പെർ സെക്കൻഡ് ആണ് ഫ്ലോപ്സ് എന്ന് പറയുന്നത്. ലോകത്തിലെ ആദ്യ സൂപ്പർ കമ്പ്യൂട്ടർ CDC 6600 ആണ് ലോകത്തിലെ ആദ്യ സൂപ്പർ കമ്പ്യൂട്ടർ. CDC 6600. ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടറാണ് പരം 8000. പരം 8000 ആണ് ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ. സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവാണ് സീമോർ ക്രേ. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് വിജയ് പി ഫട്കർ ആണ്. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് വിജയ് പി ഫട്കർ. ഇന്ത്യയുടെ പ്രധാന സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഏക, പരംസിദ്ധി, പദ്മ, കബ്രു, പ്രത്യുഷ്. ഏക, പരംസിദ്ധി, പദ്മ, കബ്രു, പ്രത്യുഷ്. പരംയുവ സെക്കൻഡ് വികസിപ്പിച്ചെടുത്ത സ്ഥാപനമാണ് സി-ഡാക്. പരംയുവ സെക്കൻഡ് വികസിപ്പിച്ചെടുത്ത സ്ഥാപനമാണ് സി-ഡാക് എന്ന് പറയുന്നത്. പരമ്പരയിലെ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ മുഖ്യ ശില്പിയാണ് വിജയ് പി ഫട്കർ. പരമ്പരയിലെ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ മുഖ്യ ശില്പി വിജയ് പി ഫട്കർ. ISRO 2011 വികസിപ്പിച്ചെടുത്ത സൂപ്പർ കമ്പ്യൂട്ടറാണ് സാഗ 220. ബാർക്ക് വികസിപ്പിച്ചെടുത്ത സൂപ്പർ കമ്പ്യൂട്ടറാണ് അനുപം. സിക്കിം NITയിൽ സ്ഥാപിച്ച ഇന്ത്യയിലെ NITകളിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറാണ് പരം കാഞ്ചൻജംഗ. കൽപ്പന ചൗളയുടെ ആദ്യ ഇന്ത്യൻ ബഹിരാകാശ യാത്രികയായ കൽപ്പന ചൗളയുടെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട സൂപ്പർ കമ്പ്യൂട്ടറാണ് KC. ലോകത്തിലെ ഏറ്റവും വലിയ ന്യൂറോമോർഫിക് സൂപ്പർ കമ്പ്യൂട്ടറാണ് സ്പിന്നേക്കർ. ലോകത്തിലെ ഏറ്റവും വലിയ ന്യൂറോമോർഫിക് സൂപ്പർ കമ്പ്യൂട്ടർ. ലോകത്തിലെ ആദ്യ ബയോളജിക്കൽ സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിച്ച രാജ്യമാണ് കാനഡയാണ്. ലോകത്തിലെ ആദ്യ ബയോളജിക്കൽ സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിച്ച രാജ്യം കാനഡ.